കോഴിക്കോട് കോർപ്പറേഷനിൽ ഏറ്റവും അപ്രതീക്ഷിതമായ ഒരു അട്ടിമറി വിജയം നേടിയത് മറ്റാരുമല്ല കോൺഗ്രസിലെ SK അബൂബക്കറാണ്. അതായത് കോഴിക്കോട് LDFന് ഭരണ തുടർച്ചയുണ്ടാകുമ്പോൾ മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന നിലവിലെ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഈ SKയുടെ വിജയം. ഈ ഒരു മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ആരാണ് എന്ന് ചോദിച്ചാൽ അത് SK ആണ്. സ്വാഭാവികമായും ആ വിജയം SK പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്തായാലും അപ്രതീക്ഷിതമായി മാൻ ഓഫ് ദി മാച്ച് SK ഉണ്ട് അല്ലേ? ശരിക്കും യഥാർത്ഥത്തിൽ ഒരു SK പോലും പ്രതീക്ഷിക്കാത്ത വിജയമാണ്. ഞാൻ മത്സരിക്കുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലെ 5 കൊല്ലക്കാലമായി അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോർപ്പറേഷനിൽ പോരാടുന്ന ഒരു കൗൺസിലറാണ്. അത് തന്നെയാണ് ഞാൻ പുറത്തും ഈ തിരഞ്ഞെടുപ്പിനെ എന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആ വിജയമാണ്. ഞാൻ ഒരിക്കലും അവിടെ വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ജനങ്ങൾ ഞങ്ങളുടെ ഈ അഴിമതിയും ദുർഭരണങ്ങളും ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ജനങ്ങളിൽ വന്ന പ്രതികരണമാണ് പിന്നീട് ഞാൻ ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അതാണ് എൻ്റെ ജയത്തിൻ്റെ ഏറ്റവും പിന്നിൽ. കാരണം 900 വോട്ട് അവർ ലീഡുള്ള സ്ഥലവും 600 വോട്ട് അവർ ചേർത്തിയിട്ടുള്ള സ്ഥലവുമാണ്. അത്ര വളരെയേറെ വോട്ട് ഭൂരിപക്ഷമുള്ള ഒരു മേഖലയിലാണ് ഞാൻ മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ കോർപ്പറേഷൻ്റെ ദുർഭരണവും അഴിമതിയും ജനങ്ങളിലേക്ക് എത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ വിജയം. അതായത് SK അവിടെ മത്സരിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിക്കുന്നു. SK അതും തന്നെ അന്തിമമായിട്ടാണ്, ഏറ്റവും അവസാനത്തെ സ്ഥാനാർത്ഥി പട്ടികയിലാണ് SKയുടെ പേര് മീഞ്ചന്ത ഡിവിഷനിൽ വരുന്നത്. നിലവിലെ സിറ്റിംഗ് കൗൺസിലറാണ്, സീനിയറായ ഒരു കൗൺസിലറാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് ഒരു ചാവേറിനെ പോലെ മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത SK എങ്ങനെയാണ് നേതൃത്വത്തെ അറിയിച്ചത്? നേതൃത്വം എന്നോട് പറഞ്ഞു, ഞാൻ കല്ലായിലായിരുന്നു മത്സരിക്കാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നേതൃത്വം പറഞ്ഞു, നിങ്ങൾ അവരുടെ മേയർക്കെതിരെയാണ് മത്സരിക്കേണ്ടത്, അത് മീഞ്ചന്താണ് മത്സരിക്കേണ്ടത്. ഞാൻ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ ഒരു ചാലഞ്ചായിട്ടാണ് അത് കണ്ടത്. ഞാൻ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രവർത്തനം ഉണ്ടായത്. ആ ഒരു വിജയമാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പലരും പറയുന്നുണ്ട് ഈ പാളയം പച്ചക്കറി മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളികൾ പലരും മീഞ്ചന്ത വാർഡിലാണുള്ളത്. അതിനകത്ത് CIT-കാർ പോലും SKയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളത്, അതിലെന്തെങ്കിലും വസ്തുതയില്ല? ഉണ്ട്. പാളയം പച്ചക്കറി മാർക്കറ്റിലെ തൊഴിലാളികളുടെ അകമഴിഞ്ഞ സഹായം, അവരുടെ ഒരുപാട് കുടുംബങ്ങൾ എൻ്റെ വാർഡിൽ താമസിക്കുന്നുണ്ട്. അവർ പരസ്യമായും രഹസ്യമായും ഓരോ വീടുകളിൽ കയറിയും എന്നെ വിജയിപ്പിക്കുവാനുണ്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ INDC-ൻ്റെ STUവിൻ്റെയും മറ്റേ തൊഴിലാളികൾ എൻ്റെ കൂടെ വന്ന് മില്ലത്ത് കോളനിയിലും YMRCയിലും വോട്ട് പിടിക്കാൻ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അവരുടെയും കൂടി ഒരു വിജയമാണ്. കാരണം അവരുടെ ഒരു തൊഴിലില്ലാതായി പോകുമെന്നുള്ള ഒരു ഭയം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കോർപ്പറേഷൻ്റെ ഒരു മാറ്റം വേണമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ടായി. ആ ഒരു മാറ്റമാണ് ഇവിടെ ഇന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം അവരുടെയും ശക്തമായ ഒരു പ്രചരണ പരിപാടി എനിക്ക് അനുകൂലമായി ഇട്ടുണ്ട്. അതുകൂടാതെ തന്നെ അവിടെ നിഷ്പക്ഷമായ ജനങ്ങൾ, കാരണം CPM ഉൾപ്പെടെയുള്ള നിഷ്പക്ഷമായ ജനങ്ങളുടെ ഒരു വലിയൊരു സഹായം എനിക്ക് ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനൊരു വിജയം എനിക്കുണ്ടാകാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ CPIയും ഇപ്പോൾ ഒരു വിലയിരുത്തൽ ആരോപണമായി ഉന്നയിക്കുന്നത് അവിടെ കോൺഗ്രസും BJPയും തമ്മിൽ കൂട്ടുകെട്ടുണ്ടാക്കി മുസാഫറിനെ തോൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ട്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം BJPൻ്റെ അടുത്ത് കൂട്ടുകെട്ടിന് വേണ്ടി പല പ്രാവശ്യവും CPM പോയിട്ടുണ്ടെന്നാണ് എനിക്ക് BJPയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയുടെ ഒരു കൂട്ടുകെട്ട് അവിടെ ഉണ്ടാകാതെ നിൽക്കാനുള്ള ഒരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിശക്തമായ പ്രചരണം നമ്മൾ അവിടെ അയച്ചുവിട്ടിട്ടുണ്ട്. ആ അയച്ചുവിട്ടതിൻ്റെ ഫലമായിട്ടാണ് BJP CPM-നായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കാതെ പോകാൻ കാരണം. അവിടുത്തെ സ്ഥാനാർത്ഥി പോലും ഒരു മുഖാമുഖം പരിപാടിയിൽ CPM-ന് അനുകൂലമായിട്ടാണ് നിലപാടെടുത്തത്. കണ്ണഞ്ചേരിയിലെ അണ്ടർപാസിൻ്റെ ഒരു വിഷയത്തിൽ മുഖാമുഖമുണ്ടായിരുന്നു. ആ മുഖാമുഖത്തിൽ മുസാഫർ പ്രസംഗിച്ചു. അത് കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ച ദിവസം CPM സ്ഥാനാർത്ഥി, ആ CPM സ്ഥാനാർത്ഥിൻ്റെ നിലപാട് CPM-ന് അനുകൂലമായ ഒരു നിലപാടാണ് അവിടെ എടുത്തത്. ഞാൻ തന്നെ അവിടെ അതിശക്തമായി അതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി. അപ്പം അവിടെ ഒരുപാട് അവർ BJPയുമായി ഒരു കൂട്ടിമുട്ടിനുള്ള ശ്രമം അവിടെ നടത്തിയിട്ടുണ്ട്. LDF നടത്തി. ആ LDF നടത്തിയതിൻ്റെ പരാജയമാണ് അവർ എൻ്റെ മേലിലേക്ക് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ആശംസകൾ. ഇനി മേയർ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പാർട്ടി പരിഗണിക്കുന്ന പേരുകളൊന്ന് ജനറൽ ആണെങ്കിൽ താങ്കളുടേതാണ് എന്നൊക്കെ കേൾക്കുന്നു. അത് പാർട്ടി ആണ് തീരുമാനം എടുക്കേണ്ടത്. എനിക്കൊരിക്കലും തന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പാർട്ടി അങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും
ഞാൻ ഒരു മത്സര രംഗത്തുണ്ടാവും. എന്തായാലും എസ് കെ അബൂബക്കർ എന്ന് പറയുന്ന അപ്രതീക്ഷിത വിജയം നേടിയ, അട്ടിമറി വിജയം നേടിയ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം നിലവിലെ കൗൺസിലർ കൂടിയാണ്. അദ്ദേഹം ഇടതിൻ്റെ ഉറച്ച ഡിവിഷനിൽ മത്സരിച്ച് അത് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷനിലാകെ LDFന് വലിയ ക്ഷീണം ചെയ്ത ഒരു മത്സരം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാഴ്ചവെച്ചത്. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിനെ പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയാണ് എസ് കെ. രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.